ഗോപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നാട്ടുകാർ പറയുന്ന അദ്ദേഹത്തിന് ചില ശിഷ്യഗണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവരൊന്നും അറിയാതെ ഒരു രാവിലെ വന്ന് ഒരു പോസ്റ്ററിലൂടെ അറിയിക്കുകയാണ് ഇദ്ദേഹം ഇതാ സമാധിയായി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയണം അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന്. നമുക്കിപ്പോൾ നാട്ടുകാരുടെ ഈ ദിവസത്തെ പ്രതികരണം കൂടി പരിശോധിക്കാം. അതിലേക്ക് കുളത്തിൽ തക്കണം കുഴിച്ചു പോകണമെന്നുള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. പക്ഷെ അത് മരിച്ചതിന് ശേഷമാണോ ജീവനോടെ ആണെന്നുള്ളത് മാത്രം ജനങ്ങൾക്കറിയുക. അത് മാത്രമേ ഉള്ളൂ. കിടപ്പിലെന്നാണ് പറയുന്നത്. 1 വർഷമായിട്ട് 6 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും കിടപ്പിലെന്നാണ് പറയുന്നത്. ഗോപൻ സ്വാമി തനിയെ നടന്ന ഈ കുടുംബം പറയുന്ന പോലെ ഇവിടെ വന്നിരുന്ന ഈ സമാധി ആയതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരിക്കലും പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ഇരിക്കാൻ സാധിക്കില്ല എന്നാണ് അറിവ്. അപ്പോൾ ഇപ്പോൾ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത്രയ്ക്കുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ ഇപ്പോൾ പരിചയം ഞാൻ എൻ്റെ കയ്യിൽ മരം മുറിക്കാനൊക്കെ കൂടെ അങ്ങനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ട് പണ്ടൊക്കെ. അപ്പോൾ കണക്കെ ഇല്ല. അല്ല, എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണ്ടേ? ഇത് മരിച്ചുകൊണ്ടിരുന്നതാണോ അതോ ഇയാളെ ജീവനോട് കുഴിച്ചു മൂടിയതാണെന്നുള്ള അറിയില്ല. നമുക്ക് ദുരൂഹത ഒരുപാടുണ്ട് ജനങ്ങൾക്ക്. അപ്പൊ നമുക്കിത് അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ ഈ സമാധി ഇരിക്കുന്ന പറഞ്ഞാൽ ഒരാൾക്കാരെ കൊണ്ട് ഇങ്ങനെ മരിച്ചുകൊണ്ട് സമാധി എന്ന് പറഞ്ഞ് ഇങ്ങനെ കല്ലറ കൊണ്ട് ഇരുത്തിയിട്ട് സ്ലാബിട്ട് മൂടിയാൽ മതി. ഒരാളെങ്കിലും ഒരു മരണ വീടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരു അയൽവാസിന്ന് അറിയണ്ടേ മരണപ്പെട്ടു. ഇതങ്ങനെ ഒരു പോസ്റ്റ് ഔട്ട് ചെയ്യുക, എൻ്റെ അച്ഛൻ മരിച്ചു സമാധിയിൽ. അവർ ഈ ക്ഷേത്രത്തിൽ ഇതൊക്കെ ആയപ്പോഴാണ് ഈ ആചാരങ്ങൾക്ക് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നു. ആ സമയത്താണ് പിന്നെ നാട്ടുകാരുമായിട്ട് ചെറിയൊരു അകൽച്ച ഉണ്ടായത്. അതിനുശേഷം പിന്നെ സഹകരണം നാട്ടുകാരായിട്ട് കുറവായിരുന്നു. ഇപ്പം നല്ല കരുതാൻ അതേ പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കാര്യം കോടതിയുടെ ഓർഡർ അനുസരിച്ച് എന്തായാലും അത് ബാക്കിയൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അത് അവരുടെ ഉദ്യോഗസ്ഥർ എന്തായാലും അറിയാൻ പറ്റുമല്ലോ. അപ്പം ജനങ്ങൾ അറിയുന്നത് വാൾ പോസ്റ്റ് കണ്ടിട്ടാണ് അച്ഛനെങ്ങനെ സമാധിയായെങ്കിൽ ആ നാട്ടുകാരറിയണ്ടേ. ഒരു ഡോക്ടറെ വിളിച്ചത് കൺഫേം ചെയ്യുകയോ മരണം കൺഫേം ചെയ്യുകയോ അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ, പൊക്കോളൂ, ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നും ചെയ്യാനും നോക്കില്ല. നിങ്ങളാരും ഞങ്ങളാരും സഹായിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവർ ഒഴിവാകും.